അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. ഈ 31 ആയത്തുകൾക്ക് ശേഷം പിന്നീട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഇനി അത് സംബന്ധിച്ചാണ് പറയാനുള്ളത്. അവിടെ ഖുർആൻ പറഞ്ഞത് കല്ലാ വൽ ഖമർ. കല്ലാ വൽ ഖമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലാ എന്ന പദം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ളൊരു പദമാണ്. ഈ പദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സംഗതി, അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല, മറിച്ചാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയാനാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അത് ചിലപ്പോൾ അപ്പോൾ നിങ്ങളാ പറഞ്ഞ രീതിയിലല്ല അതിൻ്റെ സ്വഭാവം എന്ന് പറയാനാവും. അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാനാവും. അതായത് നിരോധത്തിന്, നിഷേധത്തിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കല്ലാ എന്നുള്ളത്. ഇവിടെ ഖുർആൻ തുടർന്ന് പറയുന്നത് കല്ലാ വൽ ഖമർ വല്ലൈലി ഇദ് അദ്ബർ വസ്സുബ്ഹി ഇദാ അസ്ഫർ ഇന്നഹാ ലഇഹ്ദൽ കുബർ നദീറൻ ലിൽ ബശർ ലിമൻ ശാഅ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ. അതായത് 32 മുതൽക്ക് 37 വരെയുള്ള ഈ ആയത്തുകൾ, അതിൽ ഒന്നാമത്തേത് കല്ല, അല്ല. വൽ ഖമർ, ചന്ദ്രനെ കൊണ്ട് സത്യം. വല്ലൈലി, രാത്രിയെ കൊണ്ടും സത്യം. ഇദാ അദ്ബർ, ആ രാത്രി പിൻവാങ്ങുമ്പോൾ. വസ്സുബ്ഹി, പ്രഭാതത്തെ കൊണ്ട് സത്യം. ഇദാ അസ്ഫർ, അത് വട്ടം വിതറുമ്പോൾ. ഇന്നഹാ ലഇഹ്ദൽ കുബർ, അതൊരു ഭയാനകമായിട്ടുള്ള സംഗതികളിൽ ഒന്ന് മാത്രമാണ്. ലഇഹ്ദൽ കുബർ, ഭയാനക കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണത്. നദീറൻ ലിൽ ബശർ, മനുഷ്യന് മുന്നറിയിപ്പ് നൽകുന്നത് കൂടിയാണിത്. ലിമൻ ശാഅ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ, സത്യത്തിലേക്ക് മുമ്പോട്ട് വരാൻ അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് പിന്നാക്കം പോവാൻ ഉദ്ദേശിക്കുന്ന ആർക്കുമുള്ള താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്നുള്ള നിലക്കാണിത് പറയുന്നത്. ഇവിടെ ഇതിനെ പരിഹാസ എന്ന ശൈലിയിലാണ്, ആ പരിഹാസ ധ്വനിയിലാണ് ജബ്ബാർ ഇതിനൊക്കെ അർത്ഥം പറയുന്നത്. അയാളുടെ അർത്ഥവായന, പരിഭാഷ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാളുടെ മാനസികാവസ്ഥ എത്ര തരംതാണതാണെന്നുള്ളത്. അയാൾക്ക് വിമർശിക്കാം, അതിന് നമ്മളെതിരൊന്നുമല്ല. പക്ഷേ ഈ പരിഹാസദ്യോതകമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ധ്വനികൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ താഴ്ചയെ, അയാൾ സമൂഹ മാർക്കറ്റിൽ എത്ര തരംതാണ ആളാണെന്ന് കാണിക്കുന്ന ഒരു രീതിയാണല്ലോ അത്. അപ്പോൾ അത് നാസ്തികന്മാർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അത് അവരുടെ ഒരു പ്രകൃതിയുടെ ഭാഗം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നമ്മൾക്കതിൽ വിഷയിച്ച് പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കല്ലാ വൽ ഖമർ, ഇവിടെ ചന്ദ്രൻ, രാത്രി, പ്രഭാതം, ഈ 3 സംഗതികളെ എടുത്തുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയാം. അപ്പോൾ അള്ളാഹുവിനൊരു കാര്യം സത്യം ചെയ്യേണ്ടതുണ്ടോ? ഇതൊരു ചോദ്യമാണ്. അള്ളാഹുവിനൊരു കാര്യം പറയാൻ വേണ്ടി സത്യം ചെയ്യേണ്ടതില്ല. അള്ളാഹു തന്നെ സൃഷ്ടിച്ചിട്ടുള്ള, അവൻ തന്നെ സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ പറയുകയേ വേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിനോട് ഒരിക്കലും സൃഷ്ടിക്ക് നീ അങ്ങനെ ഒന്നും സംവിധാനിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒരു അവകാശമില്ല. പക്ഷേ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസ്ഥ എന്താണ്? ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ, അള്ളാഹു പറയുന്ന സംഗതികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയെന്ന് പോലും തീരുമാനിക്കാൻ അവർക്ക് സാധ്യമല്ല. കാരണം അവർ കണ്ടിട്ടില്ല, കാണാനുള്ള മാർഗവും അവരുടെ മുമ്പിലില്ല. അവർക്ക് തങ്ങളുടെ താല്പര്യത്തിന്, തങ്ങളുടെ ഇംഗിതത്തിന്, തങ്ങൾ കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് അംഗീകരിച്ചു വരുന്ന ചില വിശ്വാസ ആചാരങ്ങൾക്കൊക്കെ ഇത് വിരുദ്ധമാണെന്ന് കാണുമ്പോൾ അവർ അതിനെ നിരാകരിക്കുകയും
അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്നതിൽ നിന്നാണ് ഈ ചോദ്യം ചെയ്യലും നിഷേധമൊക്കെ വരുന്നത്. അപ്പം ഈ സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഭാഷാപ്രയോഗങ്ങളിൽ ഏത് ഭാഷയിലുള്ളൊരു സംഗതിയാണ് ആളുകളോട് അവരുടെ മാനസികാവസ്ഥയും അവരുടെ സമീപനവും വെച്ച് സംസാരിക്കാനുള്ളത്. അത് അറബിയുടെ അല്ലെങ്കിൽ ഖുർആൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഏത് ഭാഷയിലും അങ്ങനെയാണ് കാര്യങ്ങൾ പറയാറുള്ളൂ. ഇവിടെയും യഥാർത്ഥത്തിൽ ഖുർആൻ അതാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഖുർആനിൻ്റെ സംബോധിതരായിട്ടുള്ള ആളുകൾ ഇതിനെ നിഷേധിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ബോധ്യം വരാൻ സഹായകമായി തീരുന്ന രീതിയിൽ അള്ളാഹു ഈ സംഗതി എടുത്തു പറയുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവരോട് അവിടെ സത്യം ചെയ്ത് പറയേണ്ടതുണ്ട്, അല്ലാതെ അള്ളാഹുവിനോട് സത്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായതുകൊണ്ടല്ല. സംബോധിതന് ഇത് കൂടുതൽ ബോധ്യപ്പെടണമെങ്കിൽ ചിലപ്പോൾ അയാളോട് വളരെ കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തിയുക്തം അത് പറയേണ്ടി വരും, ചിലപ്പോൾ അത് സത്യം ചെയ്തുകൊണ്ട് പറയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു എപ്രകാരമാണോ ചന്ദ്രനെ സൃഷ്ടിച്ചത്, ഇവിടെ മക്കയിലെ ആളുകളെ സംബന്ധിച്ച് ഇവിടുത്തെ നാസ്തികന്മാരുടെ കാളമൊക്കെ എന്തായിരുന്നാലും അവർ ബുദ്ധിവിഭാഗമുള്ളവരായിരുന്നു എന്നുള്ള കാര്യം ജബ്ബാർ പറഞ്ഞതിലൊരു വസ്തുത ഉണ്ട്. കാരണം ഇവർ തനി അന്ധവിശ്വാസത്തിലകപ്പെട്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് തന്നെയില്ല എന്ന് വാദിക്കുകയും ആ സൃഷ്ടാവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകളാണ് നാസ്തികന്മാരെന്ന് പറഞ്ഞത്. എന്നാൽ മക്കയിലെ ഇസ്ലാമിൻ്റെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് ഏകനായ അള്ളാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരോട് അള്ളാഹിനെ പറ്റി പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ചന്ദ്രൻ, ആ ചന്ദ്രനെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, നിസ്സങ്കോചം പറയുമ്പോൾ അള്ളാഹുവാണ്. അപ്പോൾ അവർ തന്നെ അംഗീകരിക്കുന്ന, അവർക്ക് തന്നെ ബോധ്യമുള്ളൊരു സംഗതി ഇവിടെ എടുത്തിട്ട് സത്യം ചെയ്ത് പറയാം അവിടെ ഖുർആൻ ചെയ്യണത്. കല്ലാ വൽ ഖമർ, ചന്ദ്രനെ കൊണ്ട് സത്യം, അതുപോലെ വല്ലൈലി, രാത്രിയും പ്രഭാതവും. ഈ രണ്ട് സംഗതിയും മനുഷ്യൻ അനുഭവിക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ്. ഈ പ്രതിഭാസങ്ങളെ ഒരിക്കലും നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ പ്രതിഭാസങ്ങളുടെ പോലും സൃഷ്ടാവ് സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവാണെന്ന് അവിടുത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. അവർ മാത്രമല്ല, ലോകത്തുള്ള ഏതൊരു മുശ്രിക്കും പറയുക തന്നെയാണ് ഇതിൻ്റെയൊക്കെ സംവിധാനകൻ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള ദൈവം. അത് ഭാഷകളിൽ പല പ്രയോഗങ്ങൾ ആ സൃഷ്ടാവിനുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ആ കാര്യത്തിൽ എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ദൈവമാണ്, അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അംഗീകരിക്കാത്ത ഒരു വിശ്വാസിയുമില്ല. അപ്പോൾ അവരോട് ഇത് പറയുമ്പോൾ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ചന്ദ്രൻ, അതുപോലെ രാത്രി പ്രഭാതം, ഇതൊക്കെ സംവിധാനിച്ച അതേ അള്ളാഹു തന്നെയാണ് നിങ്ങളുടെ ഈ ലോകത്തുള്ള ജീവിതത്തിൻ്റെ അതിലെ ധാർമ്മിക അധാർമിക നിലപാടുകളും നിലവാരങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അവിടെ നരകമെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, ആ നരകത്തിലായിരിക്കും ഇത്തരം ആളുകളുടെ സങ്കേതം എന്നൊക്കെ പറയുന്നത് എന്നവരെ ബോധ്യപ്പെടുത്താമെന്നാണ് ഇത് ഇത്തരത്തിൽ സത്യം ചെയ്ത് പറയുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ പഠിച്ചവൻ അള്ളാഹ്ക്ക് അല്ലെങ്കിൽ സർവ്വശക്തനായിട്ടുള്ള സർവ്വത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹ്ക്ക് ഇങ്ങനെ സത്യം ചെയ്ത് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് സത്യം ചെയ്ത് പറയേണ്ടതില്ല. അള്ളാഹു മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടാണ് ഈ സത്യം ചെയ്ത് പറയുന്നത് എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇത്തരം ആളുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇന്നഹാല എഹ്ദൽ കുബർ, അത് എന്ന് പറയുന്നത് നരകത്തെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ മുമ്പ് ഒമാജാൽന അലൈഹ തിസ്അത അശർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പ് സക്കറിനെ പറ്റി പറയുന്നുണ്ട്. ആ സക്കറിലേക്കാണ് ഈ സർവനാമം ഹ എന്ന് പറയുന്ന ദമീർ പോണത്. ഇന്നഹ, നിശ്ചയം ആ സക്കർ, ആ നരകം, അതിൽ എഹ്ദൽ കുബർ. ഇവിടെ കുബർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൗരവപൂർണമായിട്ടുള്ള സംഗതികൾ എന്നാണ്. ഗൗരവപൂർവമായിട്ടുള്ള ഒട്ടനവധി സംഗതികളിൽ ഒരു സംഗതി മാത്രമാണ് ഈ നരകം എന്ന് പറയുന്നത്. ഗൗരവപൂർവമായിട്ടുള്ള ഒരു സംഗതി മാത്രമല്ല ഉള്ളത്, നരകം അതിൽ ഒന്ന് മാത്രമാണ്. അതിൽ അല്ലാത്ത വേറെയും ഒരുപാട് സംഗതികൾ നിങ്ങൾ നിഷേധികൾ അഭിമുഖീകരിക്കാൻ പോകുകയാണെന്നുള്ള ധ്വനിയാണ് അതിൽ അള്ളാഹു കൊള്ളിച്ചിട്ടുള്ളത്. അത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ തന്നെ അവർക്ക് ബോധ്യമാവുന്ന തങ്ങൾ നിഷേധികളായി എന്നുള്ളത് ഞങ്ങളുടെ പരാജയ കാരണമായി പോയല്ലോ എന്നുള്ള ഖേദപ്രകടനമുണ്ട്. ഞങ്ങൾ ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് തിരിച്ചു വിടണമെന്ന് എന്നുള്ള അഭ്യർത്ഥന ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ
മരണത്തിന് ശേഷമുള്ള അവരുടെ ബർസഖി പിന്നെ വിചാരണഘട്ടത്തിന് മുമ്പുള്ള ആ ജീവിതത്തിലുള്ള അനുഭവങ്ങളുണ്ട്, വിചാരണയുണ്ട്, നരകമുണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികൾ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് നരകം. ഇതുകൊണ്ട് അവസാനിക്കില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ ഇവിടെ വിശുദ്ധ ഖുർആൻ ചെയ്യണത് ഇന്നഹാല ഇഹ്ദൽ കുബർ. ഇതാകട്ടെ ഈ സംഗതി അംഗീകരിക്കാൻ സന്നദ്ധരായവർക്കും അല്ലാത്തവർക്കുമുള്ള താക്കീതാണ്. എന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറുള്ള ആളുകൾ ഈ താക്കീതിൽ വിശ്വസിച്ചും അത് അംഗീകരിച്ചും അത് ഭയം കൊണ്ടുകൊണ്ടും അതവർ അംഗീകരിക്കാൻ മുന്നോട്ട് വരും. അല്ലാത്ത ആളുകൾ അത് തള്ളിക്കളയും. അപ്പോൾ അംഗീകരിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് അതിന് ഗുണപ്രദമായിട്ടുള്ള ഫലമുണ്ടാകും. നിഷേധിക്കുന്ന തള്ളിക്കളയുന്ന ആളുകൾക്ക് അതിൻ്റെ പരിണതി അവർ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും എന്ന രണ്ട് സംഗതി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവിടെ നദീറല്ലിൽ ബഷർ ലിമൻ ഷാ മിൻകും മൻ യതഖദ്ദമ ഔ യതഅഖർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയലാണ് വസ്തുതയാണ്. കാരണം അവർക്ക് അള്ളാഹുവിനെ തന്നെ അംഗീകരിക്കാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ പിന്നെന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് വിചാരണ. അപ്പോൾ അവരത് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഖുർആനിൻ്റെ ദോഷമല്ല, അവരുടെ മാനസിക അവസ്ഥയെയാണ് അത് കാണിക്കുന്നത് എന്നതാണ് വസ്തുത.